വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഒന്ന് ചാനൽ. പിന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ നല്ലോണം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണണേ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഞാനും അമ്മയും കൂടി ഒന്ന് ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഓണം ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പം എനിക്ക് ടൂ വീലർ ഉണ്ട്, അതിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിൽ ഒരു ടർക്കി ടവല് വയ്ക്കും ഉള്ളിൽ, എന്നിട്ടാണ് ഞാൻ തലയിൽ വെക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ ഹെയർ അധികം അങ്ങോട്ട് കൊളാവാതെ ഇരിക്കാറുണ്ട്. എന്നാലും ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ മുടി പതിഞ്ഞിരിക്കും. പക്ഷെ ഇത് വയ്ക്കുമ്പോൾ ആ ടവലിടുമ്പോൾ അധികം അങ്ങോട്ട് ചീത്തയാവില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓണാക്കാൻ നോക്കിയിട്ട് ഓൺ ആവണ്ടായിരുന്നില്ല. അതാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ. എവിടെയെങ്കിലും വെച്ച് നമ്മൾ ട്രാഫിക്കൊക്കെ വരുമ്പോൾ സ്ലോ ആക്കുമ്പോൾ ഇതങ്ങോട്ട് നിന്നു പോകും. നിന്ന് പോകുമ്പോൾ ഈ ഇടയ്ക്ക് ഭയങ്കര തിരക്കിൽ വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കിൽ കൂടെ ആരെങ്കിലും സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇടിക്കും. ഒരാഴ്ച ഗ്ലാസ്സിലിടിച്ച് പോയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പറവൂരൊരു സംഗമം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെയാണ് കേട്ടോ പോയത്. ഇപ്പോൾ ഈ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കണ്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തോ ചക്ക കണ്ട പോലെയാണ്. റെഡ് കുറേ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ റെഡ് എടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതവിടെ ഇട്ടു കേട്ടോ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് വാരി കൂട്ടിയിട്ടേക്കും എല്ലാവരും വന്ന്. അതിൽ നിന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറേ ഇന്ന് ഇതിൽ നിന്നൊക്കെ കുറേ ഇട്ട് കൈയിട്ട് വാരി. ഈ ഒരു മെറൂൺ കളറ് ഞാൻ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തതാ. കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് അതാ. പക്ഷെ അതിന്റെ കഴുത്ത് ഭയങ്കര ഡീപ്പായതുകൊണ്ട് അത് ഇട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ കുറെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒക്കെ നമുക്ക് നല്ലത് ചെറിയ ചെറിയ കടയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് ഈ അവിടെ നിന്ന് ഉള്ളതിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിങ്ങനെ കിട്ടൊക്കെ നോക്കി. പക്ഷെ അമ്മ ഭയങ്കരമായിട്ട് ഞാനൊക്കെ പെട്ടെന്ന് ഷോപ്പിംഗ് കഴിയുന്ന ആളാണ്. പെട്ടെന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടു എടുത്തുകൊണ്ട് പോരും. പക്ഷേ അമ്മയൊക്കെ എല്ലാം കീറി മുറിച്ച് നോക്കും. അതും ഇത് ഫിറ്റിംഗ് ഒക്കെ നോക്കും കേട്ടോ മര്യാദയ്ക്ക്. അങ്ങനെ വേണം ശരിക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ നോക്കി ഇതൊക്കെ ഇട്ടപ്പോൾ എന്തൊക്കെയോ പ്രശ്നമൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് അധികം സ്ലിറ്റ് അധികം ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ചാരുത എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ കയറി. ഞങ്ങൾ അങ്ങനെ അവിടെ അധികം കയറിയിട്ടില്ല. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അവിടെ കയറുന്നത്. അവിടെ അവർ ഇട്ടൊക്കെ തരുന്നുണ്ടായിരുന്നു, കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു നല്ലോണം. അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചുരിദാറിൻ്റെ സെറ്റായിട്ടാണ് നോക്കുന്നത്. പാൻറ്റും ഷോളൊക്കെ വരുന്നില്ലേ, അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നോക്കി ഒരെണ്ണം, ഈ ഒരെണ്ണം ഞങ്ങൾ നോക്കി ഇട്ടൊക്കെ നോക്കി അമ്മ. ഈ ഒരു കളറ് കണ്ടിട്ടാണ് കേട്ടോ അത് എടുത്ത് നോക്കിയത്. ഈ കളർ അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിനി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇട്ട ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇടാണ്ട് ഊരിയിട്ട് ഇടാനായിട്ട് പറയണം. അപ്പോൾ അമ്മയ്ക്ക് അത് ഊരാനായിട്ട് മടിയാവണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് ഊരാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മുടിയൊക്കെ കൊള്ളായി പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി, ഒന്നും കിട്ടിയില്ല ഞങ്ങൾ വേറെ കടയിലേക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ വേറൊരു കടയിലും കയറി. അതും ഒരു ചെറിയ കടയാണ്, ഒരു കളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെയും കയറിയിട്ടാ. പോരുന്ന വഴി കയറിയതാ. അപ്പം അവിടെ നിന്ന് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞു അമ്മോട്. അപ്പോൾ ഇത് വലിയ തരക്കേടില്ലാന്ന് തോന്നി. ഇട്ടൊക്കെ നോക്കിയിട്ട് എനിക്ക് കളറും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിനും പാൻറ്റൊക്കെ ഉണ്ട്, സെറ്റാണ്. ഇതിന് എത്രയോ 600 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പ്രൈസ്. അങ്ങനെ ലാസ്റ്റ് അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതങ്ങോട്ട് ഫൈനലായിട്ട്. പിന്നെ അവിടെ കുറച്ച് നൈറ്റികൾ കിടക്കണം കണ്ടിട്ടോ. ദേ ഈ ഒരു കളറൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായി. പിന്നെ ഒരു മെറൂൺ കളർ, മെറൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ മെറൂൺ നൈറ്റി ഒരെണ്ണം എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുവിധം സന്ധ്യയായി, ഇരുട്ടായി. പോവാൻ നേരത്ത് അത്രയും നേരമൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ഈ നേരത്തൊക്കെ അങ്ങനെ പോവാറൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിങ്ങിന്. അത് കഴിഞ്ഞ് വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കറി. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചു എന്തെങ്കിലും. അങ്ങനെ ഞങ്ങൾ പനീർ ബട്ടർ മസാല വാങ്ങാന്ന് വിചാരിച്ചു. 130 രൂപ.
വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാം, കറി മാത്രം പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അത് വാങ്ങിച്ചു. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ചെന്നപ്പോൾ ദേ ഇവൻ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ആ കറി അത്ര നല്ലായിരുന്നില്ല. ഭയങ്കരമായിട്ട് മധുരം കൂടിപ്പോയി. അത് ഇന്നത്തെ മാത്രം മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് പഞ്ചസാര കൂടിപ്പോയി. ഇതുവരെ കണ്ടതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്താൽ ഉപകാരമായിരിക്കും. കാരണം എനിക്കതൊരു മോട്ടിവേഷൻ ആവും ഇനിയും ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ബൈ.